ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് എപ്പോഴും കേട്ടുപരിചയമുള്ളത് WTO എന്നായിരിക്കും. അപ്പോൾ എന്താണ് WTO? WTOൻ്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു, പിന്നീട് WTO ആയിട്ട് മാറി, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് ഫങ്ഷൻസ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The Uruguay Round of GATT gave birth to World Trade Organization. Uruguay Round എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ Uruguay Round എന്ന് പറയുന്ന ഒരു മീറ്റിങ്ങിൽ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. The members of GATT signed on an agreement of Uruguay Round in April 1994 in Morocco for establishing a new organization named WTO. GATT എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനാണ് ഉണ്ടായിരുന്നത്, ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. ഇത് മാറിയിട്ടാണ് WTO എന്നുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് മാറിയത്. അത് 1995 അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഉറുഗ്വേ റൗണ്ട് കോൺഫറൻസിൽ വെച്ച് പുതിയൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്തു. അതാണ് WTOൻ്റെ ഒറിജിൻ. WTO അങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. It was officially constituted on January 1st, 1995. അന്നാണ് ഒഫീഷ്യലി അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് January 1st, 1995, which took the place of GATT as an effective formal organization. അപ്പോൾ GATT മാറി 1948 GATT ഫോം ചെയ്തത്. 1948. അപ്പോൾ 1948 GATT ഫോം ചെയ്ത് അത് WTO ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട വർഷമാണ് 1995 January 1st. അപ്പോൾ അന്ന് തൊട്ട് അതൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫോർമൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറി. GATT ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആയിരുന്നു. GATT ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആയിരുന്നു. 1948 എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു. അത് WTO ആയിട്ട് മാറിയതാണ് 1995. WTO ആയിട്ട് മാറിയോടുകൂടി അതൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. GATT എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം, ദെൻ GATT WTO ആയിട്ട് മാറിയ വർഷം, WTO ആയിട്ട് റീപ്ലേസ് ചെയ്ത വർഷം 1995. GATT ഈസ് എൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ, then WTO is a formal organization. Then objectives. Objectives എന്തൊക്കെയാണെന്ന് നോക്കാം. To improve the standard of living of people in the member countries. അപ്പോൾ GATTിലുള്ള അല്ലെങ്കിൽ WTOയിലുള്ള മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ ടു ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ഇൻ ദ മെമ്പർ കൺട്രീസ്, WTOയിലുള്ള മെമ്പർ കൺട്രീസ് എല്ലാ മെമ്പർ കൺട്രീസിൻ്റെയും ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ടു എൻഷുർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ബ്രോഡ് ഇൻക്രീസ് ഇൻ ഇഫക്റ്റീവ് ഡിമാൻഡ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എൻഷുർ ചെയ്യാം. WTOയിലുള്ള മെമ്പർ കൺട്രീസിലെ എല്ലാ ആളുകൾക്കും ഫുൾ എംപ്ലോയ്മെൻറ്റ് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക. ആളുകളുടെ ഡിമാൻഡ് സൈഡ് ഇൻക്രീസ് ചെയ്യുക. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താലാണ് അത് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ ഇഫക്റ്റീവ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക. തേർഡ് ഒബ്ജക്റ്റീവ് ടു എൻലാർജ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനും ട്രേഡും ഒക്കെ എക്സ്പാൻഡ് ചെയ്യാം. എൻലാർജ് അല്ലെങ്കിൽ എക്സ്പാൻഡ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ഓഫ് ഗുഡ്സ്. ടു ഇൻക്രീസ് ദ ട്രേഡ് ഓഫ് സർവീസ്. സർവീസ് ട്രേഡ് ഇൻക്രീസ് ചെയ്യാം. നമുക്കറിയാം ട്രേഡ് ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർവീസ് സെക്ടറിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതെല്ലാം എൻഹാൻസ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ടു എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സ്. വേൾഡ് റിസോഴ്സ് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അതിൻ്റെ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. റിസോഴ്സസിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക. ടു പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാം. എല്ലാ സെക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ കൺട്രീസിലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രസൻറ്റ് ജനറേഷനും ഫ്യൂച്ചർ ജനറേഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ചെയ്യാം. പ്രസൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ പ്രസൻറ്റ് ജനറേഷന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഡെവലപ്മെൻറ്റ് നടത്താം. പക്ഷേ നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ജനറേഷൻ ജീവിച്ചാൽ മാത്രം പോരാ, ദെൻ വി കൺസിഡർ ഇൻ ടു ഫ്യൂച്ചർ ജനറേഷൻ ഓൾസോ. അപ്പോൾ പ്രസൻറ്റും ഫ്യൂച്ചറും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO. ഇനി നമുക്ക് ഫങ്ഷൻസ് നോക്കാം.
ഫങ്ഷൻസും ഇതുപോലെ 6 പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ്, ടു ഇംപ്ലിമെൻറ്റ് റൂൾസ് ആൻഡ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസം. അതായത് റൂൾസും പ്രൊവിഷൻസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ടു ഇംപ്ലിമെൻറ്റ് റൂൾസ് ആൻഡ് പ്രൊവിഷൻസ്, ട്രേഡ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊവിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ടു പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ടു മെമ്പർ കൺട്രീസ്, മെമ്പർ കൺട്രീസിന് വേണ്ട ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക. To provide a platform to member countries to decide future strategy related to trade and tariff. Member countries-ന് ഫ്യൂച്ചറിലുള്ള ട്രേഡ് ആൻഡ് ടാരിഫ് എങ്ങനെയായിരിക്കണം, ട്രേഡ് എങ്ങനെയായിരിക്കണം, ടാരിഫ്, ടാക്സ് റേറ്റുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് WTO. Then to provide facility for implementation, administration and operation of multilateral and bilateral agreements of the world trade. വേൾഡ് ട്രേഡിലുള്ള മൾട്ടിലാറ്ററൽ അതുപോലെ തന്നെ ബൈലാറ്ററൽ ആയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ ഓപ്പറേഷൻസ്, ഇതെല്ലാം WTOൻ്റെ ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ടു അഡ്മിനിസ്റ്റർ ദ റൂൾസ് ആൻഡ് പ്രോസസ് റിലേറ്റഡ് ടു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്. ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റിന് ആവശ്യമായിട്ടുള്ള റൂൾസും പ്രോസസ്സുകളും ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ കൺട്രീസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് വരാം. അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ടുള്ള റൂൾസ് ആൻഡ് പ്രോസസ്സ് എല്ലാം അഡ്മിനിസ്റ്റർ ചെയ്യുക. അതിൻ്റെയൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ, അതിനെ ഒരു കൺട്രോൾ ചെയ്യുന്നതും WTOൻ്റെ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ വേൾഡ് റിസോഴ്സിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മളവിടെ ഫീച്ചേഴ്സിൽ കണ്ടു, ഒബ്ജക്റ്റീവ്സിൽ കണ്ടു, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സ്. Then last point, to assist international organization. International organizations ആയിട്ടുള്ള IMF, IBRD ഇതിനെയൊക്കെ അസിസ്റ്റ് ചെയ്യാം, ഇതൊക്കെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ടു അസിസ്റ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് സച്ച് ആസ് IMF ആൻഡ് IBRD. ഇതും WTOൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പം WTOനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. WTO ആദ്യം എന്തായിരുന്നു, അതെന്നാണ് WTO ആയിട്ട് മാറിയത്, അപ്പോൾ അതിൻ്റെ എല്ലാം മെയിൻ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഉർഗെ റൗണ്ട് ഓഫ് കോൺഫറൻസിലാണ് ഇതിൽ ഗാട്ട് ഫോം ചെയ്തതും. അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായിട്ട് മാറി. അത് കഴിഞ്ഞ് ഗാട്ട് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനായിരുന്നു, WTO ഒരു ഫോർമൽ ഓർഗനൈസേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.